ഇന്നത്തെ വിഭവം ഇടിയപ്പമാണ്. അതിനായി നൈസായിട്ട് അരിച്ചെടുത്ത അരിപ്പൊടി ഒരു 4 കപ്പ് പാത്രത്തിൽ എടുത്തു വച്ചിരിക്കും. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ പിന്നാലെ 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുത്ത പൊടിയാണ് ഇവിടെ കാണുന്നത്. ഇതിന് സാധാരണ വറുത്ത പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ഓൾറെഡി വറുത്തതായിരിക്കും. അതല്ല, വീട്ടിൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കണം. കാരണം അതിനകത്ത് കട്ടയൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അതിലേക്ക് വേണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ. ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചും അതിനോട് ചേർന്നുള്ള പാത്രങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്നത്. മുമ്പിൽ കാണുന്ന അച്ചാണ് നമ്മൾ ഇടിയപ്പത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്പം തേങ്ങാപ്പീര ഈ പ്ലേറ്റിൽ നിരത്തിയിടുക. അതിനുശേഷം ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് ഈ വിധത്തിൽ കറക്കിയെടുക്കുക. നൂല് രൂപത്തിൽ ഇടിയപ്പം പ്ലേറ്റിൽ വീണതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം തേങ്ങാപ്പീര വിതറുക. ഇടിയപ്പത്തിൻ്റെ നൂല് തയ്യാറായിട്ടുണ്ട്. അതിനെയും സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. ഇഡലി പാത്രത്തിൽ 2-3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അധികം വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നൂലപ്പത്തിൻ്റെ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് മാത്രം വെന്താൽ മതിയാവും. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഒക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ മധുരവും ഇട്ട് പഴവും ഇട്ട് ഇളക്കി കഴിക്കാവുന്നതാണ്.